അടുത്തതായിട്ട് നാറ്റ്കോ ഫാർമയിൽ കൂടിയാണ് വരുന്നത്. നാറ്റ്കോയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഒരു ഫെബ്രുവരിക്ക് ശേഷം വലിയ തോതിലൊരു റിട്ടേൺ ഒന്നും നൽകാത്ത ഓഹരിയായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം ആ ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്യാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ സെഷൻസ് ആയിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഫേസ് അല്ലെങ്കിൽ ഒരു ബേസ് ഫോം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും നല്ല വോളിയത്തിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്നലത്തെ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് നാറ്റ്കോ ഫാർമയ്ക്ക് സാധിക്കുന്നുണ്ട്. സോ നാറ്റ്കോ ഫാർമയിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം അനിനെ സൂചിപ്പിച്ച പോലെ തന്നെ ലാസ്റ്റ് ഒരു സ്പൈക്കിംഗ് വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഒരു ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. ലാസ്റ്റ് 847 എന്ന നിയർ ടേം ഹഡിൽ ബ്രേക്ക് ചെയ്യുന്ന നാറ്റ്കോ ഫാമയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 970 എന്ന ലെവൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. കറൻലി ടെക്നിക്കലി സ്ട്രോങ് ചാർട്ടാണ്. കൂടാതെ വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ട്, അതായത് ഒരു ട്രെൻഡ് റിവേഴ്സൽ റാലിക്കുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈ ഫാർമ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫാർമ മേഖലയും കറൻലി ഒരു ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് റാലി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. 22,668 എന്ന ലെവൽ ഇന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഫാർമ മേഖലയിലും വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.